എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ള ഒരു സന്തോഷമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ ഈ ഒരു സന്തോഷം അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ട സന്തോഷമാണ്. അപ്പം അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മാഷാ അള്ളാ, എൻ്റെ മോന് വന്നു. ഇതിലേറെ സന്തോഷം എനിക്കിനി വേറെ എന്താണുള്ളത്. ജംഷീർ ജാസിറ എന്നാണ് കേട്ടോ ആ ചാനലിൻ്റെ പേര്. ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളോടൊരു സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതാണ്. കുറേ ദിവസമായി നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. ഇന്ന് സൺഡേ, ഇന്ന് ഞായറാണ്. ഇന്നാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കിടാൻ വേണ്ടി വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളോടൊരു റിക്വസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. പിന്നെ ഞാൻ പറയാൻ വരുന്നത്, ഇന്ന് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടും ഷെയർ ചെയ്തും പിന്നെ നിങ്ങൾ ഉണ്ടാക്കി തന്ന വീടാണ് തന്നെ ഞാനിത് പറയും. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം, യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് മാത്രം പടുത്തുയർത്തൊരു വീടാണിത്. ഇപ്പോൾ ഈ വീട് പണി തുടങ്ങിയിട്ട് 2 വർഷം 3 മാസമായി. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീട് പണിയെടുപ്പിക്കുന്നത്. ഞാൻ അങ്കണവാടിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അങ്കണവാടിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന തുച്ഛമായ സാലറിയാണ് ഞങ്ങൾക്ക്. അതൊന്നും എടുത്തിട്ടല്ല കേട്ടോ ഈ വീട് ഞാൻ ഉണ്ടാക്കുന്നത്. അതൊക്കെ എൻ്റെ വീട്ടാവശ്യത്തിന് ചിലവിനായിട്ട് എടുക്കുകയാണ്. പിന്നെ കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്, അതൊക്കെ വീട്ടാൻ ഞാൻ കുറച്ചൊക്കെ അതിൽ എടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയ വരുമാനം കൊണ്ട് മാത്രമാണ് മാഷാ അല്ലാഹ് ഞാൻ ഈ വീട് ഉണ്ടാക്കിയത്. ഫസ്റ്റിൽ എൻ്റെ വീഡിയോ വൈറലായപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് 42,000 രൂപയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റിൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അന്ന് കുറേ വീഡിയോ മൊത്തത്തിലാണ് വൈറലാവുക ചെയ്തത്. അപ്പോൾ ആ പൈസയാണ് ഞാൻ ഈ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഈ വീടിന് ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുത്തത്. ആ 42,000 ഞാൻ കൊടുത്തു. അതിന് ഒരു പൈസ പോലും എടുത്തില്ല. എന്നിട്ട് ഞാൻ ആ യൂട്യൂബ് വരുമാനം കിട്ടിയെന്ന് ഒരു 500 രൂപ എനിക്കൊരു നിയത്തുണ്ടായിരുന്നു. പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു 500 രൂപ കൊടുക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യം വരുമാനം കിട്ടുമ്പോഴും ഒരു 500 രൂപ ഞാൻ ആ പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ കിഡ്നി പേഷ്യൻറ്റ്, ക്യാൻസർ രോഗികൾ, വേദന അനുഭവിക്കണവർക്ക് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് ഒന്നും എടുക്കാറില്ല. മാഷാ അല്ലാഹ് 2 റൂമും ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടുള്ള എൻ്റെ വീടിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി ഇൻറ്റീരിയൽ വർക്ക് മാത്രമേ ഉള്ളൂ. കോണി കയറി പോകണം, അവിടെ ഇൻറ്റീരിയൽ ചെയ്യാനുണ്ട്, കമ്പി വെച്ചിട്ടില്ല. അതുപോലെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റൂമുകളിലൊക്കെ സോക്കേഴ്സ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുപ്പ് വെച്ചിട്ടില്ല. അങ്ങനത്തെ പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. അകത്തുള്ള ടോയ്ലറ്റിന് ഡോറ് വെച്ചിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് പണികളുള്ളൂ. അപ്പോൾ മാഷാ അല്ലാഹ് 2-3-4 മാസം കൊണ്ടെങ്കിലും എനിക്ക് ആ പണിയും തീർക്കണം. അതുപോലെ അടുക്കള ഇല്ല ഈ വീടിന്. അപ്പോൾ അടുക്കളക്ക് ഞാൻ കുറ്റി അടിച്ചിട്ടുണ്ട്. അടുക്കളൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, കുറ്റി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കള പണിയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഹൗസ് വാമിങ്ങിന് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കും. എൻ്റെ എല്ലാ ഫോളോവേഴ്സിനെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ ക്ഷണിക്കും. ഹൗസ് വാമിങ്ങിന് നിങ്ങളെല്ലാവരും വരണം. പേഴ്സണലി എനിക്ക് കുറേ ആൾക്കാരെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ആൾക്കാരെ നമ്പർ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ വിളിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സന്തോഷം പറയാനാണ് വന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് ഇതിൽ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്, എന്നെ പോലൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ജംഷീർ ജാസിറ എന്ന് പറഞ്ഞിട്ട് ജംഷീർ ജാസിറ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അവർ പാവപ്പെട്ടൊരു കുടുംബമാണ്. അപ്പോൾ നിങ്ങൾ നേരൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ചാനലിലൊന്ന് പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനൊക്കെ ഈ ഇതിലേക്ക് വരുമ്പോൾ, ഈ ചാനലിലേക്ക് വരുമ്പോൾ, യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത്, എൻ്റെ അനിയത്തി പറഞ്ഞു, കുഞ്ഞാത്ത ഈ ഒരു ചാനൽ തുടങ്ങേണ്ടി നല്ല കഷ്ടപ്പാടിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് പറഞ്ഞത്, ഈ ഒരു ചാനൽ തുടങ്ങേണ്ടി എനിക്കൊരു വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ വിചാരം 4-5-6 വീഡിയോ ഇടുമ്പോഴത്തേന് വരുമാനം കിട്ടുന്നതാണ്. പക്ഷേ ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞു എനിക്ക് വരുമാനം കിട്ടിയപ്പോൾ, പെട്ടെന്ന് ചാനൽ വൈറലായപ്പോൾ കേട്ടോ. ഇപ്പോൾ 2 വർഷം 3 മാസമായിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് കുഞ്ഞു വരുമാനം വാങ്ങുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ ഫേസ്ബുക്കിൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് ഈ ഒരു സന്തോഷം നിങ്ങളോടുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ,
എന്താ ഇതിൻ്റെ പേര് ഞാൻ ഇവിടെ മറന്നു പോവുകയാണ്. ജംഷീർ ജാസിറ എന്ന് പറഞ്ഞിട്ടുള്ള അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒരു 10 പൈസ നമുക്ക് വരുമാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് വരുന്നത്. അപ്പോൾ പാവപ്പെട്ട ഫാമിലിയാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. ഒരു 2-3 മിനിറ്റെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾ കണ്ടിട്ടുള്ള വരുമാനം കൊണ്ട് വേണം എനിക്ക് ഇനി അടുക്കളപ്പണി ഉണ്ടാക്കാൻ. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തെ തട്ടി നന്ദി പറയുകയാണ്. അത് മാത്രമല്ല 5 വക്കത്ത് നിസ്കരിക്കുമ്പോഴും ഞാൻ അള്ളാഹിനോട് എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കൂട്ടോ. ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കൂല. ഞാൻ മരണപ്പെട്ടു പോണത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഈ കാണണ ഇത് സ്വർഗം വീട് എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ടാണ്, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹമാണത്. ഇതിൻ്റെ പണി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് 5-6 മാസമായിട്ട് വരുമാനം വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ആ ഒരു വരുമാനം ഈ യൂട്യൂബിൻ്റെ വരുമാനം ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീട് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അല്ലാതെ ഒരു രൂപ പോലും ഒരു കുഞ്ഞു രൂപ പോലും ഇതിലേക്ക് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആ പൈസ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീടിൻ്റെ പണി തീർക്കണത്. പിന്നെ രൂപ എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പഞ്ചായത്തിൻ്റെ വീടാണ് കേട്ടത്. പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് കിട്ടും. അതുകൊണ്ട് മാത്രം നമുക്കൊരു വീടാവൂലല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ടൈലിടാൻ തന്നെ 1 ലക്ഷം രൂപ എൻ്റെ അടുത്തായി, 1 ലക്ഷം രൂപയായി എന്ന് പറയാം. എല്ലാ ചിലവും കഴിച്ചിട്ട് 1 ലക്ഷം കവിഞ്ഞു പോകും. അപ്പോൾ ആ പൈസയൊക്കെ എനിക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്നറിയോ? എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ പൈസ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ പൈസ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞാൻ. അപ്പോൾ ഇനി നമ്മൾ അടുക്കളയ്ക്ക് കുറ്റി അടിച്ചിട്ടുണ്ട്, പ്ലാനൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് വലിയ അടുക്കളയായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ചെറുപ്പം തൊട്ടേ കുഞ്ഞു അടുക്കളയിൽ വളർന്ന് പാചകം ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ കുഞ്ഞു സ്വർഗത്തിൻ്റെ അടുക്കള പൊളിച്ചിട്ടില്ല കേട്ടോ, അതിൽ തന്നെയാണ് ഞാനിപ്പോഴും കുക്ക് ചെയ്യുന്നത്. അടുക്കള ആ ഭാഗം ഞാൻ പൊളിച്ചിട്ടില്ല, ഷെഡ് പൊളിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറ്റി അടിക്കുക ചെയ്തത്. ഇനി ഇൻഷാ അല്ലാഹ് വേഗം ഫൗണ്ടേഷൻ കീറി നമുക്ക് പിന്നെ അത് കല്ലിറക്കി പടവ് കഴിഞ്ഞ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് വീട് പണി അടുക്കളപ്പണി തീരട്ടെ. നിങ്ങളെല്ലാവരും ദുആ എനിക്ക് വേണം, നിങ്ങളെ പ്രാർത്ഥന എനിക്ക് വേണം. നിങ്ങളെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് ഇനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത്രയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ? 2 വർഷം 3 മാസമായിട്ട് യൂട്യൂബിൽ നിന്ന് സാലറി വാങ്ങാൻ തുടങ്ങി ഞാൻ. അന്ന് തുടങ്ങിയ വീട് പണിയാണ്. ഇത്രയായിട്ടും ഈ വീട് പണി ഇവിടെ നിൽക്കുകയാണ്. ഇന്ന് ഓരോന്നോരോന്ന് പടിപടിയായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുക്കള, ഇനി കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം എനിക്ക് അടുക്കള ഉണ്ടാക്കാൻ. അല്ലാതെ ഞാൻ ഒരാളോടും എനിക്ക് വീട് പണിക്ക് പൈസ വേണമെന്നോ. ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്, നീ ഒരു വീഡിയോ ചെയ്യ്, നമുക്ക് പൈസ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ച് പൈസ അയച്ചാൽ വീട് പണി തീരുന്നു. ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല, വീട് പണിക്കൊന്നും നമ്മൾ അങ്ങനെ കഴിവതും ഒരാളോട് കെഞ്ചാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അസുഖം വന്ന് രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മളൊരു വീട് പണിക്ക് നമ്മൾ ചോദിക്കാന്ന് പറയുമ്പോൾ പിന്നെ എനിക്കത് താല്പര്യമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ നമ്മളാൽ അധ്വാനിച്ച് എനിക്കിപ്പോൾ ഒരു ചെറിയൊരു ജോലി ഉണ്ട്. ഇനിയിപ്പോൾ ഒരു അടിച്ചു വാരുന്ന ജോലിയാണെങ്കിൽ പോലും അത് ചെയ്തൊരു മാന്യമായിട്ട് ഒരു പാത്രം കഴുകാൻ പോയിട്ടായാലും നമ്മൾ അധ്വാനിച്ച് ജീവിക്കണ പോലെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഞാനിങ്ങനെ സാലറി വാങ്ങണത്. ഇതും ഒരു ജോലിയാണ്, ഒരു തൊഴിലാണ്. ഞാൻ മാന്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ വീഡിയോയിലൊക്കെ ഇങ്ങോട്ട് ഓടി വന്ന് ഓരോന്ന് പറയും, ഒച്ചയും വിളി ഉണ്ടാക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സ്നേഹമുണ്ട്. എനിക്കെൻ്റെ ഈ വീട് ഇങ്ങനെ ആയി കിട്ടാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട്. മാഷാ അല്ലാഹ്, ഞാൻ മരണപ്പെട്ട് പോണത് വരെ എൻ്റെ മനസ്സിലതുണ്ടാവും. മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ എനിക്കറിയില്ല. അന്ന് എനിക്ക് നിങ്ങളെയൊക്കെ ഓർക്കാൻ പറ്റുമെങ്കിൽ അന്നും ഞാൻ നിങ്ങളെ ഓർക്കും കേട്ടോ. കാരണം നിങ്ങൾ ആരാ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കുറേ ആൾക്കാരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്കറിയാം ഇവിടെ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഈ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് താങ്ക്സ്. എനിക്ക് അടുക്കള ഉണ്ടാക്കണം, അടുക്കളപ്പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹൗസ് വാമിങ് നടത്താൻ. അതിൻ്റെ ഒരു സ്വപ്നമാണ്. നമുക്കൊരു സ്വന്തം ഒരു വീടാകുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ഭാഗ്യം നമുക്ക് എന്താണ് അല്ലേ? നമുക്ക് സ്വന്തം ഒരു വീട്ടിൽ അടച്ചുറപ്പോട് കൂടി നമ്മൾ കിടന്നുറങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അത്ര ഒരു സുഖം നമുക്ക് എന്താണ് അല്ലേ? അപ്പോൾ ആ ഒരു സുഖം, ആ ഒരു സമാധാനത്തിൽ കൂടെ മാത്രമാണ് ഞാൻ കടന്നു പോകുന്നത്. പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, മാഷാഅല്ലാഹ് എൻ്റെ മോന് വന്നു, എൻ്റെ മോന് സുഖമാണ്, എൻ്റെ മോന് വിളിക്കലുണ്ട്. എൻ്റെ മോന് കുറേ ഫ്രൂട്ട്സും ചോക്ലേറ്റും മിഠായി ഒക്കെ കൊണ്ടാണ് വന്നത്. പിന്നെ വന്ന് പോയി ഓൻ അവിടുന്ന് ഇവിടെ നിൽക്കാൻ പറ്റൂല, അവൻ്റെ ജോലി അങ്ങനെയാണ്. പിന്നെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ആയതുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ നിൽക്കാത്തത്. മാഷാഅല്ലാഹ് അതും എൻ്റെ ഒരു സന്തോഷമാണ്. എൻ്റെ മോൻ വന്നത് ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാൻ കൂട്ടുകാരെ. എന്താണെന്നറിയില്ല, ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാനാണ് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഞാൻ വിചാരിച്ചത് തമ്പുരാനെ ആ ഷെഡിൽ ഇങ്ങനെ 2 വർഷം 3 മാസം ഞാൻ ആ ഷെഡിൽ നിന്നു. 4 മാസം ആ ഷെഡിൽ നിന്ന് 1 മാസം കഴിഞ്ഞതോട് കൂടിയിട്ടാണ് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ വൈറലായത്, നമുക്ക് പൈസ കിട്ടിയത്. 1 മാസം ഞാൻ ആ പിന്നെ നമ്മുടെ ഷെഡിൽ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഇങ്ങനെ ഞാൻ ആലോചിക്കും. കുഞ്ഞാണിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ, ഞാനൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കും, പഠിച്ചോനെ ഈ ഒരു മേൽക്കൂര ഈ ഷീറ്റിൻ്റെ ചോട്ടിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ നല്ല ശക്തമായ കാറ്റടിച്ചാൽ നമ്മൾ ആ ഷെഡ് കോരിക്കൊണ്ടുപോകും. അത്രയ്ക്കുള്ളൊരു ഷെഡ്, കുഞ്ഞ് സ്വർഗത്തിലാണ് നമ്മൾ കഴിഞ്ഞത്. പക്ഷെ എന്നാലും അതിൽ കിടന്നുറങ്ങാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ഷെഡ് പൊളിച്ചപ്പോഴൊക്കെ എനിക്ക് ഉള്ളിൽ ഞാൻ കരയുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു വീട് കിട്ടട്ടെ എന്ന് അള്ളാനോട് ദുആ ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ വീട് ഇങ്ങനെ ഉണ്ടായി, ടൈൽസൊക്കെ ഇട്ടതിന് ശേഷമാണ് ആ ഷെഡ് പൊളിച്ചത്. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ കരയുന്നുണ്ടായിരുന്നു. തമ്പുരാനെ, ഞാൻ 2.5 വർഷത്തോളം അന്തി ഉറങ്ങിയ ഷെഡാണല്ലോ പൊളിക്കണത് എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഷെഡിനോട് നമുക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ പൊളിച്ച് കളയാതിരിക്കാൻ പറ്റില്ല. ഇതുപോലെ അടച്ചുറപ്പുള്ളൊരു അടുക്കളയും കൂടെ ഇതിനോട് ചേർന്ന്, അപ്പുറത്തേക്ക് ഇതിനോട് ചേർന്നിട്ട് തന്നെ എടുക്കണം. ഈ വീട്ടിൽ തന്നെ അത് വേറെ അടുക്കളയായിട്ടല്ല എടുക്കണം, ഈ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു അടുക്കള എനിക്ക് എടുക്കണം. അത് കുറച്ച് വലിയൊരു അടുക്കള എടുക്കണം എന്ന് എനിക്ക് വലിയ സ്വപ്നമാണ്. ഞാൻ കുറേ കാലമായി ചെറിയ അടുക്കളയിൽ നിന്ന് മുട്ടിത്തിരിയാൻ തുടങ്ങിയിട്ട്. എനിക്ക് മാത്രം നിൽക്കാൻ പറ്റും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അടുക്കളയിൽ ഒരടുപ്പുള്ളൂ. ആ ഒരടുപ്പിൽ ഞാൻ മാത്രം, മോൾട്ടി വന്നാൽ ഞാനും മോൾട്ടിയും കൂടി ആയാൽ ഞങ്ങൾ തമ്മിൽ തട്ടി മുട്ടിയിരിക്കും. ഒരാൾക്ക് അവിടെ നിന്ന് പാചകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കുറച്ചൊരു വലിയ അടുക്കള എനിക്ക് വേണമെന്ന് എൻ്റെ സ്വപ്നമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. പിന്നെ നമുക്ക് ഈ റബീഉൽ അവ്വലിൽ എനിക്കിതിൽ കയറി കുടിയിരിക്കൽ ഹൗസ് വാമിങ് നടത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ഹൗസ് വാമിങ് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ മാസത്തിൽ നമ്മുടെ അടുപ്പുണ്ടാക്കി, ഇപ്പോൾ പുതിയ അടുക്കള ഉണ്ടാക്കുമ്പോൾ അടുപ്പുണ്ടാക്കിയതിൽ പാല് കാച്ചിട്ട് ആ പുണ്യമാസത്തിൽ, ആ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞ പുണ്യമാസത്തിൽ പാല് കാച്ചലെങ്കിലും നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ മാസവും അതിൻ്റെ മുന്നത്തെ മാസം അത് കഴിഞ്ഞിട്ടുള്ള മാസമൊക്കെ നല്ലതാണ്. പക്ഷെ അപ്പോഴെങ്കിലും എനിക്ക് അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കും, നിങ്ങളെല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യും. കുറേ ആൾക്കാർക്ക് എൻ്റെ നമ്പർ അറിയാം. പിന്നെ ആ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ വെക്കും, നിങ്ങൾക്ക് വിളിക്കാം, വഴി ചോദിക്കാം, വരും എന്നുള്ളത് ഉറപ്പ് പറയാം. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കും. എൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും വരണമെന്ന്. കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടും നിങ്ങളെല്ലാവരും പിന്തുണ കൊണ്ടുമാണ് മക്കളെ ഞാൻ ഈ ഒരു കൊട്ടാരത്തിലിരിക്കുന്നത്. എനിക്കിത് ചെറിയ വീടാണ്, ഇതൊരു കൊട്ടാരമാണ്. ഇതിൽ കുറച്ച് ഇൻറ്റീരിയർ വർക്കും പെയിൻറ്റിങ്ങും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇതായി. റൂമിനൊന്നും വാതിൽ വെച്ചിട്ടില്ല, 2 റൂമിന് വാതിൽ വെച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ബേക്കിലും മുന്നിലും മാത്രം വാതിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ കോണിപ്പൊടിൻ്റെ മുകളിലും വാതിൽ വെച്ചിട്ടുള്ളൂ.
പിന്നെ ഉള്ളിൽ ടോയ്ലറ്റിന് 2 വാതിൽ വെക്കാണ്ട് അതും വെച്ചിട്ടില്ല. അങ്ങനെയുള്ള പണികളേ ഉള്ളൂ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇനിയും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഒരുപാട് താങ്ക്സ്. എനിക്ക് 55,000 ഫോളോവേഴ്സായി. യൂട്യൂബിൽ 94,000 സംതിങ് ഫോളോവേഴ്സായി. 95,000 ഫോളോവേഴ്സ് ആവാനായി. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞ് കരച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ കരയാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ കരയണില്ല. കാരണം ഈ ഒരു സന്തോഷത്തിൽ ഞാൻ കരയല്ലല്ലോ വേണ്ടത്, ചിരിക്കല്ലേ വേണ്ടത്. എനിക്ക് കരയാനാണ് തോന്നുന്നത്. കാരണം നിങ്ങളോടൊക്കെ ഉള്ളൊരു നന്ദി, നിങ്ങളോടൊക്കെ ഉള്ളൊരു സ്നേഹമാണ് എനിക്ക് കരച്ചിലായി വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ വീട് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് കേട്ടോ. പിന്നെ ഒരു വ്ളോഗിൽ കാണിച്ചു തരണ്ട്, മൊത്തം ടൈലിട്ടത് കാണിച്ചു തരണ്ട്. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കട്ടിൽ അങ്ങോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ കിടക്കിട്ടിട്ട് രാത്രി ഇതിലാണ് ഞങ്ങൾ കിടക്കുന്നത്. കാരണം ഇപ്പോൾ ഷെഡില്ലല്ലോ. ഷെഡിൽ അടുക്കള മാത്രമല്ലേ ഉള്ളൂ. അടുപ്പും വീതനി മാത്രം പൊളിച്ചിട്ടില്ല, അല്ലാത്തതൊക്കെ പൊളിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു റൂമക്ക് ഞങ്ങൾക്ക് കുഞ്ഞാൻ്റെ ഒരു സുഹൃത്ത് വലിയൊരു കട്ടിൽ തന്നിട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാഹ്. ഓന് പഠിച്ചോന് ഇനി ഇഷ്ടം പോലെ ഒരുപാട് കൊടുക്കട്ടെ. ഞങ്ങൾക്കൊരു കട്ടിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ആ റൂമിൽ കാണുന്ന ആ കട്ടിലുണ്ടല്ലോ, അതിൻ്റെ ചിറ്റിലൊക്കെ കഴിയാനായിക്കണ്. പറഞ്ഞാൽ കഥ കഴിയാനായിക്കണം. അതൊക്കെ പഴയതായിട്ട്. അപ്പോൾ എന്നാലും തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫർണിച്ചർ എന്ന് പറയാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഒക്കെ ഇനി ആദ്യം തൊട്ട് വാങ്ങിയിട്ടും കിട്ടിയിട്ടൊക്കെ വേണം. അപ്പോൾ ഒരു കട്ടിൽ ഞങ്ങൾക്ക് കുഞ്ഞാൻ്റെ ഒരു ഫ്രണ്ട് ഷിഹാബ് എന്ന് പറഞ്ഞവൻ തന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഓന് നല്ല മനസ്സാണ്. ഓന് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റട്ടെ അല്ലേ. നമുക്ക് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നറിയണ സന്തോഷിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. എനിക്ക് ഒരുപാട് സന്തോഷമാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. എൻ്റെ സന്തോഷങ്ങൾ ഞാൻ അറിയിച്ചതാണ്. കുറേ ആയി അത് പറയണമെന്ന് വിചാരിക്കണേ. പക്ഷേ ഇന്നാണ് എനിക്കൊരു അവസരം കിട്ടിയത്. ഞായറാഴ്ചയാണ്. ഇന്ന് 3 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പോണത്. അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. വീഡിയോ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് എല്ലാവരിലേക്ക് എത്തുള്ളൂ. എൻ്റെ ഈ ഒരു സന്തോഷം എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും എല്ലാവരും അറിയട്ടെ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട സന്തോഷമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തട്ടി പഠിച്ചവനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നന്ദി. ടാറ്റാ.